വയനാട്ടിൽ ഏറെ ഭീതി സൃഷ്ടിച്ച കടുവ പിടിയിലായിരിക്കുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണത് പിടിയിലായതല്ലേ ക്രിസ്റ്റീന? ഈ കെണിച്ചിറയിൽ പിടിയിലായ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. കാട്ടിലേക്ക് തുറന്നുവിടാൻ കഴിയാത്ത സാഹചര്യമെന്നാണ് വനം വകുപ്പ് വിലയിരുത്തലിൽ പറയുന്നത്. കടുവയെ മൃഗശാലയിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സുർജിത്തിന് ഉൾപ്പെടെ വളരെ ടെൻഷൻ ഉണ്ടാക്കിയൊരു വാർത്തയായിരുന്നു. വയനാട്ടിൽ ഇത്തരത്തിൽ വന്യമൃഗശല്യം അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കടുവയും പുലിയൊക്കെ ഇറങ്ങുമ്പോൾ അത് ചെറിയ രീതിയിലുള്ള ഒരു ആശങ്കയല്ല സൃഷ്ടിക്കുന്നത്. എന്തായാലും ആ കടുവ പിടിയിലായിട്ടുണ്ട്. എന്താണ് കടുവയുടെ ആരോഗ്യനില നിലവിൽ? തീരുമാനമായിട്ടുണ്ടോ കടുവയെ മൃഗശാലയിലേക്ക് മാറ്റുമെന്നുള്ള കാര്യത്തിൽ? പ്രവിത ക്രിസ്റ്റീന, ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം വന്നിട്ടില്ല. അതിന് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇന്നലെ ഒരു പ്രാഥമിക പരിശോധന മാത്രമാണ് നടത്തിയത്. കടുവയെ പിടികൂടിയ ശേഷം നേരെ കൊണ്ടുപോയത് ഇരളത്തേക്കാണ്. ഇരളത്തെ വനംവകുപ്പിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചൊരു പ്രാഥമിക പരിശോധന നടത്തി. ആ പ്രാഥമിക പരിശോധനയിലാണ് ഈ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നത്. ഇതിൻ്റെ താഴെ നിരയിലെ 2 പല്ലുകൾ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട്. അതുകൊണ്ടൊക്കെ ആകാം ഇതിന് ഇര തേടാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാവുകയും പിന്നീട് നാട്ടിലേക്ക് ഇറങ്ങി വലിയ അളവിൽ ഈ പശുക്കളെ മറ്റും വേട്ടയാടുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ കാട്ടിലേക്ക് അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പ്രത്യേകിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവനുസരിച്ച് കടുവയെ കാട്ടിലേക്ക് അയക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ള തരത്തിൽ ആണ് ആ ഉത്തരവ് അവസാനിക്കുന്നത്. പക്ഷേ അതിന് പറ്റിയ സാഹചര്യമല്ല എന്നുള്ള വിലയിരുത്തലാണ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോസ്പേസ് സെൻറ്ററിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഈ കുപ്പാടിയിലെ ഹോസ്പേസ് സെൻറ്ററിൽ പരമാവധി കടുവകളുടെ എണ്ണം ആയി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് മൃഗശാലയിലേക്ക് മാറ്റുക എന്നുള്ളത്. അത് ഒരുപക്ഷെ തൃശ്ശൂരിലേക്കാണോ തിരുവനന്തപുരത്തേക്കാണോ മാറ്റുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇന്ന് കൂടുതൽ പരിശോധന, രക്തമടക്കം പരിശോധിച്ച് അതിൻ്റെ പൊതു ആരോഗ്യസ്ഥിതി വിലയിരുത്തേണ്ടതുണ്ട്. തോൽപ്പെട്ടി 17 എന്ന കടുവയാണ് പിടിയിലായിരിക്കുന്നത്. ഇത് പ്രായാധിക്യം മൂലമുള്ള പ്രശ്നമാണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന ഇന്ന് നടക്കും. ഇന്നലെ വൈകിട്ട് 11 മണിയോടുകൂടിയാണ് ഈ കടുവ കൂട്ടിലായത്. സാബു എന്നു പേരുള്ള മൊത്തം 4 പശുക്കളെയാണ് ഈ കടുവ കെണിച്ചിറ മേഖലയിൽ മാത്രം വേട്ടയാടിയത്. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആദ്യം ഒരു പശുവിനെ കൊല്ലുന്നത്. ആ പശു എന്ന് പറയുന്നത് വർഗീസ് എന്ന് പറയുന്ന ആളുടെ പശുവാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് രാത്രിയിലാണ് അടുത്ത വേട്ട നടക്കുന്നത്. അത് ആദ്യം സാബു എന്ന് പറയുന്ന ആളുടെ ഒരു പശുവിനെ കൊല്ലുന്നു. അന്ന് തന്നെ പുലർച്ചെ, അതായത് ഇന്നലെ പുലർച്ചെ തൊട്ടടുത്തുള്ള ബെന്നി എന്ന് പറയുന്ന മറ്റൊരാളുടെ വീട്ടിലെ 2 പശുക്കളെയും കൊല്ലുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു. പ്രതിഷേധത്തെ തുടർന്നാണ് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നീക്കം, അതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഇറങ്ങുന്നത്. ഇന്നലെ രാത്രി ഒരു 9:30 ഈ കടുവ ആ 2 പശുക്കളെ കൊന്ന ആ വീട്ടിലെ തൊഴുത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ആ കടുവ പുറത്തു അതിഭീതിതമായ ഒരു കാഴ്ചയായിരുന്നു. അതിനുശേഷം ഈ കടുവ നേരെ പോകുന്നത് ഈ സാബുവിൻ്റെ അവിടെ വെച്ച ആ കൂട്ടിലേക്കാണ്. ആ കൂട്ടിലേക്ക് അകപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തി. DFO ചുമതലയുള്ള P. രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവരുടെ സാന്നിധ്യമെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആണ് ഇതിനെ നേരെ ഇരളത്തേക്ക് കൊണ്ടുപോയത്. കൂടുതൽ പരിശോധനയ്ക്ക് ഇന്ന് വിധേയമാക്കും. അതിനുശേഷമാകും മറ്റു തീരുമാനങ്ങളിലേക്ക് എത്തുക. ക്രിസ്റ്റീന. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഈ മനുഷ്യ വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ വാർത്തകൾ വായിക്കുമ്പോഴും അതിൻ്റെ ഒരു ഭീകരത ഒരുപാട് വലുതാണ് അല്ലേ പ്രവിത? കാരണം നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകാൻ ആഗ്രഹിക്കുമ്പോൾ മുന്നിൽ കടുവയോ പുലിയോ ആനയോ ഒക്കെ വന്നാൽ ചോര ഉറഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ്. നമ്മൾ അത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. മനുഷ്യർക്കും ജീവിക്കണം, വന്യമൃഗങ്ങൾക്കും ജീവിക്കണം. അത്തരമൊരു സമവായ സാധ്യതകളാണ് ഇവിടെ തേടേണ്ടതായിട്ടുള്ളത്.